തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭാര്യ ആശയിൽ നിന്ന് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ പോവുകയാണ്. മാനസ ചേരുന്നു. മാനസ, തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആശയുടെ മൊഴി വളരെ നിർണായകമായിരിക്കും. കാരണം BJP നേതാക്കളൊക്കെ അവരുടെ വീട്ടിലെത്തിയ സമയത്ത് ആശയുടെ നിലവിളി പ്രതികരണം നമ്മൾ കണ്ടതാണ്. നിങ്ങളല്ലേ കൊന്നത്, നിങ്ങൾ കൊന്നതല്ലേ എൻ്റെ ചേട്ടനെ എന്ന വിലപിക്കുന്ന ഭാര്യ ആശയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക മൊഴി തന്നെയായിരിക്കും ആശയുടേത്. തീർച്ചയായും വിനിഷ, അതുതന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഭാര്യ ആശയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നത് നേരത്തെ തന്നെ വന്നിരുന്നു. ഏതായാലും മരണാനന്തര ചടങ്ങുകളൊക്കെയും തന്നെ കഴിഞ്ഞതിന് ശേഷം മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം ചടങ്ങുകളൊക്കെയും തന്നെ കഴിഞ്ഞു. ഇന്ന് വീട്ടിലെത്തി ഭാര്യ ആശയുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കില്ലറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും മൊഴിയെടുക്കലും ഉണ്ടാവുക. ഏതായാലും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണ ദിവസം BJP നേതാക്കളായ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ജില്ലാ അധ്യക്ഷനായ കരമന ജയനും V മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ വീട്ടിലെത്തിയപ്പോൾ ഇതേ രീതിയിൽ, അതായത് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊക്കെ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന ഒരു പരാമർശം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അനിൽ ഈ ഫാം ടൂർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യയോട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് കേസിൽ നിർണായക തെളിവായിരിക്കും. അക്കാര്യം മൊഴിയിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കേസിനെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും എന്ന വിലയിരുത്തലിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഏതായാലും BJP നേതാക്കൾക്ക് ഇതിൽ ഉള്ള പങ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പങ്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെയും തന്നെ പുറത്തുവിട്ടിരുന്നു. ഒപ്പം സംസ്ഥാന സെക്രട്ടറി അഞ്ജനം ഉൾപ്പെടെയുള്ള നേതാക്കൾ, ചില കൗൺസിലർമാരും അടങ്ങുന്ന നേതാക്കൾ ഇതിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടക്കാനുണ്ട് എന്ന കാര്യവും റിപ്പോർട്ട് ചെയ്തതാണ്. അത് പിന്നീട് ആ നേതാക്കൾ തന്നെ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന സ്ഥിതിയിലേക്കും എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യമായി എടുത്തു പറയേണ്ടത്. ഈ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ദേശീയ സമിതി അംഗങ്ങളൊക്കെയും തന്നെ ഇതിൽ നിഷേധം അറിയിച്ച് അല്ലെങ്കിൽ വാദമുന്നയിച്ച് രംഗത്തെത്തുന്നുണ്ട് എങ്കിൽ കൂടിയും അവർക്ക് കൃത്യമായ ഒരു മറുപടി ഇതുവരെയും ഈ ആത്മഹത്യയും സൊസൈറ്റിയിലെ കടബാധ്യതകളും അതായത് ക്രമക്കേടുമായി സംബന്ധിച്ചുള്ള കാര്യത്തിലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ BJP നേതാക്കളോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലും ഒരു വ്യക്തമായ മറുപടി പറയാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ വിട്ടുമാറുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇതിൽ വ്യക്തമായ മറുപടി BJPക്കല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP നേതാവ് കൂടിയായ വിഷ്ണു തോന്നക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇക്കാര്യമാണ് സൂചിപ്പിച്ചത്. ബാങ്ക് ജീവനക്കാരല്ല, പകരം BJP നേതാക്കളാണ് ഇതിൽ BJP നേതാക്കൾക്കാണ് ഇതിൽ പങ്കുള്ളത് എന്നത് പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ ആരൊക്കെയാണോ വായ്പ എടുത്തിരിക്കുന്നത് അവരുടെ പേരും ഒപ്പം എടുത്ത തുകയും പുറത്തുവിടണം എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വായ്പ എടുത്ത് തിരിച്ചടക്കാതെ അതിൽ മനം നൊന്ത് സാമ്പത്തിക സമ്മർദ്ദമുണ്ടായി പിന്നീട് മനം നൊന്ത് ആത്മഹത്യ ചെയ്ത അനിലിന്റെ വീട്ടിലെത്തി ഈ നാടകം കളിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് നേതാക്കളൊക്കെയും തന്നെ അതിൽ പങ്കുചേർന്ന് നാടകം കളിക്കുന്ന, അതായത് വിഷമം ഈ അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെയും കണ്ട് സഹികെട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നാണ് ആ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും BJPക്ക് നേരിടേണ്ടി വരും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ ഈ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതും വിവാദമായ ഒരു പോസ്റ്റാണ്. 2 ദിവസം മുൻപ് അനിൽ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംസാരിച്ചതെന്നും എന്താണ് ആ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലും വ്യക്തമായ ഉത്തരം സംസ്ഥാന അധ്യക്ഷന് നൽകാൻ കഴിയുന്നില്ല എന്നതും പ്രധാന കാര്യമാണ്. അതുകൊണ്ട് ഈ നിലവിൽ തിരുമല അനിലിൻ്റെ ഭാര്യ ആശയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്ന് ഒരുപക്ഷെ വീട്ടിലെത്തി മൊഴിയെടുക്കാൻ തന്നെയാണ് സാധ്യത. അതിൽ നിന്നും ആശയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണോ വായ്പ എടുത്ത കാര്യങ്ങളോ മറ്റോ അനിൽ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെയും തന്നെ പോലീസിന് അറിയാൻ സാധിക്കും. അത് അന്വേഷണത്തെ കൂടുതൽ സഹായിക്കും. ഒപ്പം തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെയും തന്നെ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ്
തന്നെയാണ് ഈ 6 സംഘം അടങ്ങിയ അന്വേഷണ സംഘം, അതായത് പൂജപ്പുര പോലീസായിരുന്നു ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ചിരുന്നത്. പിന്നീട് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അടങ്ങുന്ന 6 സംഘത്തിന് അന്വേഷണം നിയോഗിച്ച് ഉത്തരവിടുകയായിരുന്നു. പിന്നീട് അന്വേഷണം ഏതായാലും ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതും വ്യക്തമാണ്. അതിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങളൊക്കെയും തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഭാരവാഹികളായ, അതായത് സൊസൈറ്റി സെക്രട്ടറിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. എല്ലാ രേഖകളും എത്തിക്കണം എന്ന് പറഞ്ഞ് അതും ഒരുപക്ഷെ പോലീസിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഒപ്പം ചില BJP നേതാക്കൾ ഇതിൽ പങ്ക് ഉണ്ട് എന്ന് പുറത്തുവിട്ട ചില BJP നേതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. വിനിഷ. മാനസ, നേരത്തെ സംസ്ഥാന സമിതി നേതാക്കളായ പലരും അനിൽ പ്രസിഡന്റായിരുന്ന ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയ വാർത്ത കൈരളി തന്നെയാണ് പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വായ്പയെടുത്ത BJP സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾക്ക്, നേതാക്കൾക്ക് ഇന്നലെ അഞ്ജന MP അടക്കം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ ഈ വായ്പയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മൾ വാർത്തയായി പുറത്തുവിട്ടിരുന്നു. ഇവരോടടക്കം സംസ്ഥാന സമിതി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന വായ്പകൾ വേഗം തിരിച്ചടച്ച് അതങ്ങ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു സെറ്റിൽമെൻറ്റ് കൂടി BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും BJP സംസ്ഥാന സമിതി യോഗം കൂടി ചേരാനിരിക്കുകയാണ് കൊല്ലത്ത്. അപ്പോൾ BJPയുടെ സെറ്റിൽമെൻറ്റ് എന്താണ്? ഈ സംസ്ഥാന സമിതി നേതാക്കൾക്ക് വായ്പ എടുത്തവർക്കൊക്കെ ഇത്തരത്തിൽ അവരോട് വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ വേഗം ആ പൈസ തിരിച്ചടയ്ക്കുമെന്ന്? ഏതായാലും BJP ഇക്കാര്യത്തിൽ വെട്ടിലായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങളായി ഉയർത്തുമ്പോൾ അതിൽ വ്യക്തമായ ഒരു മറുപടി, അതായത് തിരിച്ചടയ്ക്കുമെന്ന ഉറപ്പ് അവർക്കുമില്ല. ആരൊക്കെ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ കൊണ്ടൊക്കെയും തന്നെ തിരിച്ചടപ്പിക്കേണ്ട ഒരു സാഹചര്യം നേതൃത്വത്തിന് തന്നെ വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ നേതാക്കളൊക്കെയും തന്നെ ഭരണസമിതി BJPയുടേതല്ല എന്ന വാദവുമായി ഉയരുന്നുണ്ടെങ്കിൽ കൂടിയും BJPക്ക് ഇതിൽ ഉള്ള പങ്ക് ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട അഞ്ജന ഉൾപ്പെടെ ഇവിടെ നിന്നും തുക വായ്പയെടുക്കുകയും അത് തിരിച്ചടക്കാത്ത ഒരു സ്ഥിതിയുമുണ്ട്. അവർ തന്നെ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ എത്ര ആളുകൾ ഉണ്ട് എന്നതിൽ ഒരു കണക്ക് അത് പുറത്തുവിടണം എന്ന് തന്നെയാണ് നേതാക്കളിൽ പലരും ഉന്നയിക്കുന്നത്. എന്നാൽ അത് പുറത്തുവിടാൻ BJP നേതൃത്വം, ജില്ലാ നേതൃത്വമായിക്കോട്ടെ, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വമാണെങ്കിലും മുതിരുന്നില്ല എന്നതാണ് പ്രധാനമായും കാണുന്നത്. ഇന്ന് സംസ്ഥാന സമിതി ചേരാൻ പോവുകയാണ്. അതിലും പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത് അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങൾ തന്നെയായിരിക്കും. കാരണം ഈ 2 ദിവസം മുൻപേ സംസ്ഥാന അധ്യക്ഷനെ അനിൽ പോയി കണ്ടു എന്ന് പറയുന്നു. അതിൽ ഇക്കാര്യം സൂചിപ്പിക്കാതിരിക്കില്ല എന്ന നിഗമനം തന്നെയാണ് നിലവിലുള്ളത്. ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ അല്ലെങ്കിൽ അതിലൊരു ഇടപെടൽ നടത്തിയില്ല എന്ന വിമർശനം എന്തായാലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ആർക്കും ദഹിക്കാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നേതാക്കളെയൊക്കെയും തന്നെ, ഒരു വിഭാഗം നേതാക്കളെയൊക്കെയും തന്നെ തഴയുന്ന പ്രവണതയാണ്. അതുകൊണ്ട് എന്തായാലും സംസ്ഥാന അധ്യക്ഷന് ഇന്നത്തെ സംസ്ഥാന സമിതി എത്രത്തോളം നിർണായകമായിരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെയും തന്നെയാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചത്. ആശയുടെ മൊഴി എടുക്കാനാണ് പോലീസിൻ്റെ നീക്കം. അതോടൊപ്പം തന്നെ BJP നേതൃത്വം ഉള്ളിൽ, അതായത് അവർക്കിടയിൽ ഇത്തരത്തിലുള്ള ഓരോ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ എത്ര പെട്ടെന്ന് ഈ നേതാക്കളൊക്കെയും തന്നെ ഈ തുക തിരിച്ചടക്കും എന്നതും കണ്ടറിയേണ്ടതാണ്. വിനിഷ. ശരി മാനസ, ഏതായാലും തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഭാര്യ ആശയുടെ മൊഴിയെടുക്കാനിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം.